Dear students, good morning. Dear students, good morning. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നത് ഇതായിരുന്നു ടു പിഗ്മെന്റ് സിസ്റ്റം. അത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാലിസ്ബറി ആൻഡ് റോസ് എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന ഫിസിയോളജിസ്റ്റ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. സി, they proposed that this particular person proposed that Salisbury and Rose grana mainly contain PS2. ഗ്രാനയിലുള്ളത് ഫോട്ടോസിസ്റ്റം 2 ആണ്, while stroma lamellae contain PS1. അപ്പൊ ഗ്രാനയില് PS2ഉം സ്ട്രോമയിൽ PS1ഉം എന്നാണ് യഥാർത്ഥത്തിൽ സാലിസ്ബറി ആൻഡ് റോസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. Then PS1 light is gathered by chlorophyll A and carotenoid. PS1 ലൈറ്റ് ശരിക്കും ഗ്യാദർ ചെയ്തിരിക്കുന്നത് ആരാണ്? ക്ലോറോഫിൽ എ ആൻഡ് കരോട്ടിനോഡ് ആണ്. അതേസമയം while in PS2 light is gathered by chlorophyll B and xanthophyll. That is also important. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. സോ റിമെമ്പർ, PS1ലുള്ള യഥാർത്ഥത്തിൽ ലൈറ്റിനെ ഗ്യാദർ ചെയ്യുന്നത് ക്ലോറോഫിൽ എയും കരോട്ടിനോഡും ആണ്. അതേസമയം PS2ല് ലൈറ്റ് ഈസ് ഗ്യാദർഡ് ബൈ ക്ലോറോഫിൽ ബി ആൻഡ് xanthophyll. സോ റിമെമ്പർ, ദിസ് ഈസ് ഫോർ യുവർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. So this is the structure of the pigment system. There are two important pigment systems I have already mentioned. Now, നമുക്ക് വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ ആക്ഷൻ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. കഴിഞ്ഞ ക്ലാസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആക്ഷൻ സ്പെക്ട്രവും അതേപോലെ അബ്സോർപ്ഷൻ സ്പെക്ട്രവും. ഇത് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആളെന്ന് പറയുന്നത് എംഗൽമാൻ ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാം, ദ ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ബൈ ഡാഷ്. ദ നെയിം ഈസ് കോൾഡ് എംഗൽമാൻ. 1843 to 1909 വരെയാണ് ഇദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. നമുക്കറിയാം പലതരത്തിലുള്ള പിഗ്മെന്റ് ഉണ്ട്. ക്ലോറോഫിൽ ബി ഉണ്ട്, ക്ലോറോഫിൽ എ ഉണ്ട്, കരോട്ടിനോഡ് ഉണ്ട്. ഇത് ഓരോന്നിനും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അത് യഥാർത്ഥത്തിൽ എങ്ങനെ ആക്ഷൻ ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ രണ്ട് ആസ്പെക്ട്സും വളരെ വിശദമായിട്ട് പഠിച്ച ആളാണ് എംഗൽമാൻ എന്ന് പറയുന്ന ആള്. നോ, ഇദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി ക്യാൻ സീ, നമുക്ക് നോക്കാം. ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് ആണ്. എന്താണ് ആക്ഷൻ സ്പെക്ട്രം? സി, ദ പോർഷൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോട്ടോസിന്തസിസ് ഈസ് ഫ്രം 300 to 900 നാനോമീറ്റർ. ഇപ്പൊ യഥാർത്ഥത്തിൽ 300 തൊട്ടിട്ട് അല്ലെങ്കിൽ 400 to 800 അല്ലെങ്കിൽ 300 to 900 നാനോമീറ്റർ വരെയുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ? വളരെ ക്ലിയർ ആയി നമ്മൾ മനസ്സിലാക്കിയതാണ്. In green plants, only the visible spectrum, that is 400 to 750 nanometer, is effective in photosynthesis. ഇപ്പോൾ ഫോട്ടോസിന്തസിസിൽ ഗ്രീൻ പ്ലാന്റ് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന റീജിയനിലുള്ള ലൈറ്റ് ആണ്. ദാറ്റ് ഈസ് 400 to 750 നാനോമീറ്റർ വരെയുള്ള ലൈറ്റിനെയാണ് അവർ അബ്സോർബ് ചെയ്യുന്നത്. ഫോട്ടോസിന്തറ്റിക് ഗ്രീൻ ബാക്ടീരിയ ക്യാൻ അബ്സോർബ് വേവ് ലെങ്ത് ഫ്രം 3750 to 800 നാനോമീറ്റർ. ഫോട്ടോസിന്തറ്റിക് ഗ്രീൻ ബാക്ടീരിയ സാധാരണ അബ്സോർബ് ചെയ്യുന്നത് 375 to 800 നാനോമീറ്റർ വരെയുള്ളതാണ്. വൈൽ പർപ്പിൾ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ അബ്സോർബ് 300 to 950 നാനോമീറ്റർ. അതൊക്കെ ഓർത്ത് വെക്കണം. ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്രമായി മാത്രം പറയുന്നതല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പിലും വരാൻ സാധ്യതയുള്ളതാണ്. സോ ഫോട്ടോസിന്തറ്റിക് ഗ്രീൻ ബാക്ടീരിയ ക്യാൻ അബ്സോർബ് വേവ് ലെങ്ത് ഫ്രം 375 to 800 നാനോമീറ്റർ, വൈൽ purple photosynthetic bacteria absorb 300 to 950 nanometer. See, the chlorophyll pigment chiefly absorb in the violet, blue and red parts of the spectrum. Chlorophyll pigment വളരെ ക്ലിയർ ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത് violet, blue and red part of the spectrത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പിഗ്മെന്റിനെയാണ്. Now the absorption band in the blue region is called the Soret band. This is very important. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. The absorption band in the blue region of the spectrum is called dash. The particular band is called Soret band എന്ന് പറയാം. Soret band, remember. So this is what is actually called absorption spectrum. നമുക്ക് ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും പഠിക്കണം. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ രീതിയിലാണ്, ഏതൊക്കെ രീതിയിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഈ പിഗ്മെന്റ് അബ്സോർബ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് കോൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. നോ, എന്താണ് ആക്ഷൻ സ്പെക്ട്രം? ആക്ഷൻ സ്പെക്ട്രം എന്ന് വെച്ചാൽ ഈ പറയുന്ന വേവ് ലെങ്ത് ഒക്കെ എങ്ങനെയാണ് ആക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ എ സ്പെക്ട്രം ഈസ് എ റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. നമുക്കറിയാം എന്താണ് ഒരു സ്പെക്ട്രം എന്ന് പറയുന്നത്. ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ആണ്. പലതരത്തിലുള്ള വേവ് ലെങ്ത് ഉള്ള ആൾക്കാരുടെ റേഞ്ച് ആണ്. ദ റേഡിയേഷൻ എമിറ്റഡ് ഫ്രം ദ സൺ അല്ലേ? സാധാരണ അത് സണ്ണിൽ നിന്നാണ് എമിറ്റ് ചെയ്യുന്നത്. ദ സ്പെക്ട്രം ഓഫ് വിസിബിൾ ലൈറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ഫ്രം 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ. ഇപ്പൊ സ്പെക്ട്രം ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് സാധാരണ 400 to 700 വരെയാണ് ആ വിസിബിലിറ്റി കാണുന്നത്. അപ്പൊ ഇനി ഓരോ ആൾക്കാരും എങ്ങനെ ആക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നു നോക്കാം നമുക്ക്. ഈച്ച് വേവ് ലെങ്ത് ഈസ് കളർ ഓഫ് ലൈറ്റ്. ഓരോ വേവ് ലെങ്ത്തും ഓരോ കളറുണ്ട്.
400 to 525 violet to blue ആണ്. 525 to 625 വരെ ഗ്രീൻ യെല്ലോ ആണ്. 625 to 700 വരെ ഓറഞ്ച് റെഡ് ആണ്. സോ ദിസ് ഈസ് ദ ബേസിക് ആസ്പെക്ട്സ് ഓഫ് ദ ലൈറ്റ്. അപ്പൊ ഇത് പ്രകാരമാണ് ഇത് ആക്ച്വലി ഇൻവോൾവ് ചെയ്യുന്നത്. ദ എഫിഷ്യൻസി ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് നോട്ട് ദ സെയിം ഇൻ ഓൾ വേവ് ലെങ്ത്. ഈ പറയുന്ന ഫോട്ടോസിന്തസിന്റെ എഫിഷ്യൻസി ഓരോന്നിലും ഒരേപോലെ അല്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആക്ഷൻ വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്. ആ ആക്ഷൻ വ്യത്യസ്തമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇത് ഡിസ്കസ് ചെയ്യാൻ തയ്യാറാവുന്നത്. എന്താണ് അപ്പൊ ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്? ദ സ്പെക്ട്രം shows the efficiency of the different wavelength of the light that are used in photosynthesis. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ എഫിഷ്യൻസിയെ വളരെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആസ്പെക്ട്സ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ആക്ഷൻ സ്പെക്ട്രം ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ എഫിഷ്യൻസി ഓഫ് എ particular photosynthetic aspects in which the different radiations are involving. പലതരത്തിലുള്ള റേഡിയേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് ആക്ഷനിൽ ഉണ്ടാവുന്നത്, that is represented by the concept called action spectrum. So what is the difference between absorption spectrum and action spectrum? So this is a action spectrum. Okay, absorption spectrum. This is absorption spectrum. നോക്കൂ നിങ്ങൾ, പലതരത്തിലുള്ള വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമുക്ക് ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും കാണാൻ കഴിയുന്നത്. Then absorption spectrum, plot of wavelength absorbed by the pigment. ഓരോ പിഗ്മെന്റ് ഏതൊക്കെ വേവ് ലെങ്തിനാണ് അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. So this is the absorption, this is the wavelength. Okay. What is the importance of having various pigment? ഓരോ പിഗ്മെന്റിനും വ്യത്യസ്ത റോൾ ഉണ്ട് എന്ന് പറയാൻ കാരണം ഈ പറയുന്ന വേവ് ലെങ്തിന് പ്രാധാന്യമാണ്. നോ, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ആഡ് ദിസ് ഇൻഫർമേഷൻ. The absorption spectrum of photosynthesis shows how much of particular wavelength of light that are absorbed by the photosynthesis. എത്രത്തോളം ഈ പറയുന്ന റേഡിയേഷൻസ് അല്ലെങ്കിൽ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അതേസമയം എത്ര പണിയെടുക്കുന്നു എന്നുള്ളതാണ് ആക്ഷൻ സ്പെക്ട്രം. The two most common pigments are chlorophyll A and chlorophyll B. Chlorophyll A യും chlorophyll B യും ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള പിഗ്മെന്റ്. The action spectrum and absorption shows strong similarity. അബ്സോർപ്ഷൻ സ്പെക്ട്രവും ആക്ഷൻ സ്പെക്ട്രവും വളരെ നല്ല സിമിലാരിറ്റി കാണിക്കാറുണ്ട്. എന്തൊക്കെയാണത്? ഗ്രേറ്റസ്റ്റ് അബ്സോർപ്ഷൻ ഇൻ വയലറ്റ് ആൻഡ് ബ്ലൂ റേഞ്ച്. വയലറ്റ് ആൻഡ് ബ്ലൂ റേഞ്ചിലാണ് ഏറ്റവും വലിയ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓൾസോ ഹൈ ലെവൽ ഓഫ് അബ്സോർപ്ഷൻ ഇൻ ദ റെഡ് റേഞ്ച്. ഹൈ ലെവൽ കാണുന്നത് റെഡ് റേഞ്ചിലാണ്. ദ ലോവസ്റ്റ് അബ്സോർപ്ഷൻ ഇസ് എ യെല്ലോ ഗ്രീൻ റേഞ്ച്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് റേഞ്ച് വയലറ്റ് ബ്ലൂ റേഞ്ച്, ദെൻ ഹൈ ലെവൽ, then red range, then the lowest range, that is yellow and green range. So this is very important as far as your examination is concerned. There is a close correlation between the action spectrum and the absorption spectrum. വളരെ ക്ലിയർ ആയിട്ടുള്ള കോറിലേഷൻ ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും തമ്മിലുണ്ട്. സോ നമ്മൾ പറഞ്ഞത് പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് സോററ്റ് ബാൻഡ്, വാട്ട് ഈസ് അബ്സോർപ്ഷൻ സ്പെക്ട്രം, വാട്ട് ഈസ് ആക്ഷൻ സ്പെക്ട്രം, ഹു ഈസ് എ പേഴ്സൺ ബിഹൈൻഡ് ദിസ് സ്പെക്ട്രം, വി ക്യാൻ സേ ദാറ്റ് ഈസ് എ എംഗൽമാൻ. ഓക്കെ, നൗ ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി ഫോട്ടോസിന്തസിസിനെ രണ്ട് രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോ സിസ്റ്റം കാണാം, ആന്റിന കോംപ്ലക്സ്, റിയാക്ഷൻ സെന്റർ ഒക്കെ കാണാം. സോ ദിസ് ഇസ് എ കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ബൈ വിച്ച് വി ക്യാൻ പ്രൊഡ്യൂസ് ATP. അപ്പൊ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ട്രക്ചറിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇവിടെ ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? PS2 ഉണ്ട് അല്ലെ, 680 നാനോമീറ്റർ ആണ്. PS1 ഉണ്ട്, 700 നാനോമീറ്റർ ആണ്. അപ്പൊ 680 നാനോമീറ്ററിന്റെ കൂടെ ആരൊക്കെ ചാനലായിട്ട് വർക്ക് ചെയ്യുന്നത്? പ്ലാസ്റ്റോക്കിനോൺ ഉണ്ട്, ദെൻ β6 സൈറ്റോക്രോം BF6 ഉണ്ട്, ദെൻ പ്ലാസ്റ്റോസൈനിൻ. ഇത്രയും ആൾക്കാരാണ് PS2ലുള്ളത്. PS1ലോ ഫെറിഡോക്സിൻ ഉണ്ട്, NADP റിഡക്റ്റേഴ്സ് ആൻഡ് NADP+. അപ്പൊ ഇത്രയും ആൾക്കാരാണ് PS1ലും PS2ലും ഇൻവോൾവ് ചെയ്യുന്നത്. ഈ ആൾക്കാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈക്കിളിന്റെ നോക്കാം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. എന്താണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്? നോക്കൂ നിങ്ങൾ, സൈക്ലിക് വെച്ചാൽ തുടങ്ങിയത് തന്നെ എത്തുക എന്നുള്ളതാണ്. ഇവിടാണ് PS1, ഇത് നേരെ തന്നെ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്തിട്ട് സൈറ്റോക്രോം F വാങ്ങുന്നു, അല്ലെങ്കിൽ തിരിച്ച് ഫെറിഡോക്സിൻ വാങ്ങുന്നു, സൈറ്റോക്രോമിൽ എത്തുന്നു, തിരിച്ച് 700 എത്തുന്നു. ഇതാണ് സൈക്ലിക് എന്ന് പറയുന്നതിന്റെ അബ്സ്ട്രാക്ട് ഫോം, അതായത് തുടങ്ങിയത് തന്നെ എത്തുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ കീ ആസ്പെക്ട്സ്? ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്, സൈറ്റോക്രോം F, സൈറ്റോക്രോം B6 ഉണ്ട്, പ്ലാസ്റ്റോസൈൻ. ഇത്രയാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ. ദെൻ ഹാപ്പൻസ് വെൻ, എപ്പോഴാണത് നടത്തുന്നത്? മോർ ATP ഈസ് നീഡ്. ഏറ്റവും കൂടുതൽ ATP ആവശ്യമുണ്ട് സമയത്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സൈക്കിളാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ.
നോ NADP. NADP ആവശ്യമില്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന സൈക്കിൾ കൂടിയാണ് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. നോൺ സൈക്ലിക്കൽ ATP NADPH ഉണ്ടാവും, that we will discuss. Non cyclical we can say that only ATP. So ATP produce only in, അല്ലെങ്കിൽ we can say that the ATP മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈക്ലിക്കലാണ്, ATPയും NADPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോൺ സൈക്ലിക്കലാണ്. സോ റിമെമ്പർ the two type of photophosphorylation, they are cyclic and non cyclic. ഓക്കെ, നമുക്ക് ഇതോടെയും പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ആസ്പെക്ട്സ് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് സിലബസിൽ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. എന്താണ് ഹിൽ റിയാക്ഷൻ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. റൈറ്റ് എ നോട്ട് ഓൺ ഹിൽ റിയാക്ഷൻ. ലീഫ് എക്സ്ട്രാക്ട് റിച്ച് ഇൻ ക്ലോറോപ്ലാസ്റ്റ്, അല്ലെ? സ്വാഭാവികമായിട്ടും ക്ലോറോപ്ലാസ്റ്റിൽ ഇഷ്ടം പോലെ, അല്ലെ ലീഫ് എക്സ്ട്രാക്റ്റിൽ ഇഷ്ടം പോലെ ക്ലോറോപ്ലാസ്റ്റ്. വെൻ റേഡിയേറ്റഡ് evolve oxygen and acquire the capacity to reduce hydrogen acceptors. അപ്പൊ ഇതാണ് റോബർട്ട് ഹില്ലിന്റെ കൺസെപ്റ്റ്. ലീഫിന്റെ എക്സ്ട്രാക്റ്റിൽ ഇഷ്ടംപോലെ ക്ലോറോഫിൽ മോളിക്യൂൾ ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും ഓക്സിജനെ റിലീസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഹൈഡ്രജനെ റിഡ്യൂസ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് അവിടെ ഈ പറയുന്ന ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ചില ഇക്വേഷൻസും കൺസെപ്റ്റും. ഹിൽ സെപ്പറേറ്റഡ് ദ ലൈറ്റ് ഫ്രം ദ ഡാർക്ക് റിയാക്ഷൻ. ഹില്ല് വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിൽ ഷോസ് ദാറ്റ് ലൈറ്റ് ഇൻഡന്റഡ് ഇൻ ഇലക്ട്രോൺ ഫ്ലോ ദാറ്റ് ഡ്രോവ് ഓൺ unfavorable energy reaction. Hill showed that light induced an electron flow that drive an unfavorable energy reaction. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Before 1930, it was thought that the oxygen released during photosynthesis come from carbon dioxide. പലപ്പോഴും വിചാരിച്ചിരുന്നത് ഫോട്ടോസിന്തസിസിൽ ഈ പറയുന്ന ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണെന്ന് വിചാരിച്ചത്. ബട്ട് വി ക്യാൻ സേ ദാറ്റ് പിന്നീടുള്ള സ്റ്റഡീസിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വാൻ നീൽ ഫസ്റ്റ് ഡിസ്കവർ ദാറ്റ് ദ സോഴ്സ് ഓഫ് ഓക്സിജൻ എവല്യൂഷൻ ഈസ് നോട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് പിന്നീട് ഒരു സയന്റിസ്റ്റ് മനസ്സിലാക്കി, വാൻ നീൽ എന്ന് പറയുന്ന ആള് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നല്ല വെള്ളത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, another important point. Then Neil used green sulfur bacteria which do not release oxygen during photosynthesis. അതേസമയം നീൽ യൂസ് ചെയ്തിരിക്കുന്ന സൾഫർ ബാക്ടീരിയ ഒരിക്കലും ഫോട്ടോസിന്തസിന്റെ സമയത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ല എന്നും മനസ്സിലാക്കി. അപ്പൊ നീല ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലായി, കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നല്ല ഓക്സിജൻ, വാട്ടറിൽ നിന്നാണ്. പക്ഷെ ഇയാൾ എവിടെ ഫെയിൽ ചെയ്തു പോയി? ഗ്രീൻ സൾഫർ ബാക്ടീരിയ വിച്ച് ഡു നോട്ട് റിലീസ് ഓക്സിജൻ ഡ്യൂറിംഗ് ഫോട്ടോ. അതേസമയം ഗ്രീൻ സൾഫർ ബാക്ടീരിയ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഫോട്ടോസിന്തസിൽ നിന്നും ആയതും അദ്ദേഹം മനസ്സിലാക്കി. ദിസ് ബാക്ടീരിയ റിക്വസ്റ്റ് H2S ഇൻ പ്ലേസ് ഓഫ് H2. അല്ലെ, അത് H2S ആണ് അവർക്ക് ആവശ്യം വാട്ടറിന് പകരമായിട്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദ ഐഡിയ ഓഫ് വാൻ നീൽ വാസ് സപ്പോർട്ടഡ് ബൈ ഹിൽ. ഈ ഐഡിയനെ ആര് സപ്പോർട്ട് ചെയ്തു? ഹിൽ എന്ന് പറയുന്ന ആള് സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്തിരിക്കുന്നത്? ഹിൽ ഒബ്സർവ്ഡ്. ഹിൽ എന്ത് കണ്ടുപിടിച്ചു? ദാറ്റ് ക്ലോറോപ്ലാസ്റ്റ് എക്സ്ട്രാക്ട് ഫ്രം ലീവ്സ് ഓഫ് സ്റ്റെലേറിയ മീഡിയ ആൻഡ് ലെമിയം ആൽബം വെൻ സസ്പെൻഡഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് സ്യൂട്ടബിൾ ഇലക്ട്രോൺ ആക്സെപ്റ്റർ, ഓക്സിജൻ റിവോല്യൂഷൻ ടുക്ക് പ്ലേസ് ഡ്യൂ ടു ദ ഫോട്ടോകെമിക്കൽ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. എന്നാൽ വളരെ ക്ലിയർ ആയിട്ട് ഹിൽ എന്ത് ചെയ്തു? വെള്ളത്തിൽ നിന്നാണ് ഏത് ആൾക്കാരും, എസ്പെഷ്യലി ദ ടു ഇമ്പോർട്ടന്റ് ഓർഗാനിസം, ദാറ്റ് ഈസ് ലെമിയം ആൽബം എന്ന് പറയുന്ന ഓർഗാനിസം, വളരെ ക്ലിയർ ആയിട്ട് വെള്ളത്തിൽ നിന്നാണ് ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത് എന്ന് ഹില്ല് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ദി സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് കോൾഡ് ആസ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. അങ്ങനെ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് വാട്ടർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും, വാട്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് വിച്ച് ഈസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു എന്ന് ആധികാരികമായി പഠിച്ച റിയാക്ഷന്റെ പേരാണ് ഹിൽ റിയാക്ഷൻ. അപ്പൊ ഹിൽ റിയാക്ഷൻ വഴിയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെള്ളത്തിൽ നിന്നാണ്. ഇനി എന്താണ് വെള്ളത്തിന്റെ റോൾ? ദ ലൈറ്റ് എനർജി ഈസ് യൂസ് ടു സ്പ്ലിറ്റ് വാട്ടർ മോളിക്യൂൾ ഫോട്ടോലൈസിസ്. അല്ലെ, ലൈറ്റ് എനർജി എപ്പോഴും സ്വാഭാവികമായിട്ടും യൂസ് ചെയ്തുകൊണ്ട് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എന്താവും? H2O give rise to H+O+ ഇലക്ട്രോൺ. അപ്പം എന്താ, രണ്ട് ഹൈഡ്രജനും അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് H+ ഓക്സിജൻ ആൻഡ് ഇലക്ട്രോൺ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. The electrons allow reduction of NADP replace those leaving photosystem 2. അത് ആ ലെവലിൽ ഫോട്ടോസിസ്റ്റം 2 കൊടുക്കുന്നു. H+ ഫ്ലോ allows ATP പ്രൊഡക്ഷൻ. H+ എന്ത് ചെയ്യും? ATP പ്രൊഡക്ഷന് സഹായിക്കുന്നു. അപ്പം the oxygen is released and leaves through the plant through the stomata. ഓക്സിജൻ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് സ്റ്റൊമാറ്റോ വഴി ഇറക്കുന്നു. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന്, ഇലക്ട്രോൺ NADPക്ക് സഹായമാവുന്നു, ATP പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു, അതേപോലെ മനുഷ്യന്മാർക്ക് മറ്റു മൃഗങ്ങൾക്ക് ഓക്സിജൻ ആയിട്ട് കൊടുക്കുന്നു. സോ ദിസ് ഈസ് എ ക്രിസ്പി ഇൻഫർമേഷൻ ഓഫ് ഹിൽ റിയാക്ഷൻ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് ആസ്പെക്ട്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൈറ്റ് റിയാക്ഷനിൽ ഏറ്റവും ബേസിക് ആയ ആസ്പെക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന
ഒരു പ്രോസസ്സ് പഠിക്കും, ദാറ്റ് ഈസ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്.